കയറൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. കമോൺ. അശ്വതി വർമ്മയ്ക്ക് എന്നെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ. അവർ വളരെ സെൻസിറ്റീവാണ്. ഒരു ജേർണലിസ്റ്റിന്റെ ചോദ്യം കേട്ട് സംശയിച്ചെങ്കിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. കായ്ക്ക് നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഞാനത് അപ്പോഴേ മറന്നു. ലോറൻസ്, ഇവരെ വീട്ടിലേക്ക് ഒന്ന് വിട്ടേക്കൂ. അല്ല, എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ? ഒരു കാപ്പിയെങ്കിലും തന്നൂടെ? കമോൺ. താങ്ക്സ്. ഇതാണ് എന്റെ വീട്. കൊട്ടാരം എന്ന് പറയുന്നതായിരിക്കും ശരി. താങ്ക്സ്. എക്സ്ക്യൂസ് മീ, 1 minute. ഓ യെസ്. വെച്ച് വിളമ്പി തരാൻ ആരുമില്ല. വേലക്കാരൻ പുറത്തു വരികയാണ്. അതുകൊണ്ട് കോഫി ഇല്ല. ഹാവ് എ കൂൾ ഡ്രിങ്ക്. താങ്ക് യു. ഒറ്റയ്ക്കാണോ താമസം? അതെ. വേറെ ആരും? ഉണ്ട്. അമ്മ നാട്ടിലാണ്. Behind every fortune, there's a will. You are wrong. Behind every fortune, there is a crime. അശ്വതി വർമ്മയ്ക്ക് ജാക്കിയെ കുറിച്ച് എന്താ അറിയേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനുമുമ്പ് ഒരു കാര്യം, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. പലതും തുറന്നു ചോദിക്കും, പറയുന്നത് മാഗസീനിൽ വരും. അത് കാണുമ്പോൾ എന്നോട് മുഴുവൻ തോന്നരുത്. പത്രത്തെയും പത്രക്കാരെയും ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത്. ചോദിച്ചോളൂ. ബോംബെ അണ്ടർവേൾഡിൽ സാഗർ എന്ന ജാക്കി പ്രസിദ്ധനാണ്. എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരാളിനെ അല്ല പ്രതീക്ഷിച്ചത്. കള്ളക്കടത്തുകാർക്ക് പ്രത്യേക വല്ല ലക്ഷണങ്ങളും ഉണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ കള്ളക്കടത്തുകാരന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. സാഗർ ഒരു കള്ളക്കടത്തുകാരനായതിന്റെ പിന്നിലുള്ള പ്രചോദനം? ഈ മാഗസീൻസ് നിറയെ നിങ്ങളെപ്പോലുള്ള പത്രക്കാരെഴുതിയ അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളുടെ അധ്യായങ്ങളാണ്. ഹാജി മസ്താൻ, യൂസഫ് പട്ടേൽ, ദാവൂദ് ഇബ്രാഹിം, വരദരാജ മുതലിയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാർക്ക് ദിവ്യപരിവേഷം നൽകി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വീരഗാഥകൾ. ചോരത്തിളപ്പും തന്റെ ഇടവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ആയിത്തീരാൻ ആഗ്രഹിച്ചെങ്കിൽ അതിലെന്താ തെറ്റ്? അല്പം ബുദ്ധിയും ഏറെ ഭാഗ്യവും ഉണ്ടെങ്കിൽ ആർക്കും കള്ളക്കടത്തുകാരനാകാം. സൊസൈറ്റി അവരെ ബഹുമാനിക്കുന്നു. രാഷ്ട്രീയക്കാർ അവരുടെ മുമ്പിൽ ആജ്ഞ സ്വീകരിക്കാൻ ഓച്ഛാനിച്ചു നിൽക്കുന്നു. എന്തിനും തയ്യാറായ അനുയായികൾ. അവർക്ക് അവരുടേതായ ലോകവും നിയമവും. അവിടെ അവരെ ഭരിക്കാൻ ആരും വരില്ല. മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ A ക്ലാസ് ജയിലും കുറെ പിഴയും. Will not a young man will be tempted, Miss Journalist? ഞായറാഴ്ച കണ്ണാടി, സൺഡേ മിറർ, ശവം. ആ ശേരൻകുട്ടി ജപ്തിയാണെന്റെ. അയ്യോ, അത് പറ്റില്ല. കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ ശേരൻകുട്ടി പറഞ്ഞത്. സോറി, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോണം. സാരമില്ല, ഞാൻ പിന്നെ വരാം. അശ്വതിയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറയാം. കമോൺ. ലോറൻസ്, ഇവരെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്കൂ. വരട്ടെ. ആ. വണ്ടിയോടെ? വണ്ടി എക്കട ഉന്തി? നിന്റെ ഒരു മുടിഞ്ഞ തെലുങ്ക്. എന്റെ അച്ഛൻ ആന്ധ്രാക്കാരനായി പോയതിന് ഞാൻ കുറെ കേട്ടതാ. അക്കടെ നമസ്കാരം. അല്ല മമ്മാലിയോ? എപ്പോ വന്നു? ഞാൻ രാവിലത്തെ വണ്ടിക്ക് വന്നു. ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. മമ്മാലി ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് വരും. നമുക്ക് അവിടെ സംസാരിക്കാം. അത് വാങ്ങിച്ചോളൂ. ഞാനിന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാം ശരിയാക്കാം. സാറാ, അമ്പലത്തിനടുത്ത് പള്ളിമണിയും തിറക്കാൻ സാറും തീർത്തു തരണം. സാധിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അച്ഛന്മാരുടെ താളത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ല. തനിക്കെന്താ ഇത്ര നിർബന്ധം? അവർ നേരിട്ട് വരട്ടെ, അപ്പൊ ആലോചിക്കാം.
നമസ്കാരം സാർ. ഇവന്റെ കാര്യം ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്, പോയി കണ്ടാ മതി. ശരി സാർ. അല്ല, ഇതാര് കോശിയോ? വാ വാ. എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? താൻ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നുവല്ലേ? അതല്ലേ ഞാൻ വന്നത്. വാ. ആ, തനിക്ക് ധൃതിയൊന്നുമില്ല? ഒരു ധൃതിയുമില്ല. 10 മണി ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് എത്തിക്കോളാം. റെസ്റ്റർ. ചേട്ടൻ പോയിട്ട് വരൂ. ശേഖരൻകുട്ടിയില്ലേ ഇവിടെ? എനിക്ക് അയാളെ ഒന്ന് കാണണം. അവൻ അകത്തുണ്ടായിരുന്നല്ലോ. ശൈരകുട്ടി, ശൈരകുട്ടി. അല്ല, ഇത് ആര് കോശിച്ചായന? ഇത് എവിടെ ആയിരുന്നു ഇത്രയും നാളും? നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയിട്ട് വരാം. കോശിച്ചായ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ആയ കാലത്ത് ആളും അർത്ഥവും നൽകി ഞാൻ സഹായിച്ചിട്ടുണ്ട് ശേഖരൻകുട്ടിയുടെ അച്ഛനെ. അത് കോശിച്ചായൻ പറയണോ? ഇന്ന് ഞാൻ അല്പം ക്ഷീണത്തില. ഇതുവരെ ഞാൻ ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല. ശേഖരൻകുട്ടി എന്നെ ഒന്ന് സഹായിക്കണം. പറയൂ കോശിച്ചായ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ശേഖരൻകുട്ടി, എനിക്കൊരു ബിസിനസ് പ്രപ്പോസൽ ഉണ്ട്. ഗഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, ഹെറോയിൻ അന്താരാഷ്ട്ര വിപണികളുള്ള മയക്കുമരുന്നുകൾ. ഇവിടെ ഗഞ്ചാവ് സുലഭമായി കിട്ടും. അതിനെ ഹാഷിഷ് ആക്കാനുള്ള പ്രോസസ് എനിക്കറിയാം. 1 കിലോ ഹെറോയിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ 4 ലക്ഷം രൂപ വില കിട്ടും. നമുക്ക് ചിലവ് 25,000 രൂപയും. 1 കിലോ സ്വർണം വിറ്റാൽ കിട്ടുന്ന ലാഭത്തെക്കാളും 200 ഇരട്ടി. സ്വാഭാവികമായും ലാഭം കൂടുമ്പോൾ റിസ്ക്കും കൂടും, ഒപ്പം ശത്രുക്കളും. അതുകൊണ്ട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതിന് എനിക്ക് ശേഖരൻകുട്ടിയുടെ സഹായം വേണം. അതുകൊണ്ട് ശേഖരൻകുട്ടിക്കുള്ള ഗുണം 50-50 ഇൻ റിസ്ക് ആൻഡ് കോസ്റ്റ്. പുതിയൊരു ഏർപ്പാടാണ്. എനിക്കൊന്ന് ആലോചിക്കണം കോശിച്ചായ. നോ, നമുക്ക് ഈ ബിസിനസ് വേണ്ട. എന്താ കാര്യം? നെർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെ അല്ല മയക്കുമരുന്ന്. ഇറ്റ്സ് എ കില്ലർ ഡ്രഗ്. ആളെ കൊല്ലി. ലക്ഷക്കണക്കിന് ആളുകളുടെ ശാപം ഏൽക്കേണ്ടി വരും. എന്ത് ലാഭം കിട്ടിയാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യില്ല. കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും സമൂഹത്തോട് എന്ത് ബാധ്യതയാണുള്ളത്? എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കാൻ നേരത്താ അവന്റെ ഒരു ആദർശം. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയാൽ മതിയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മാമാ പണി ചെയ്യാം. ശരിയാ, ഡീസിന്റെ കാര്യം. ഒരാൾ ഒരു പ്രപ്പോസലും കൊണ്ടുവന്നു, നിന്നോട് അഭിപ്രായം ചോദിച്ചു. നിനക്കിഷ്ടമില്ലാത്ത എനിക്കും വേണ്ട. എനിക്കല്ല, നമുക്ക് വേണ്ട. വേദനിച്ചോ? നോ, లేదండి. മരവിച്ചുപോയി, മറുത്തുപോയണ്ടേ. അവനോടുള്ള ദേഷ്യം തീർത്തതാ. അവന് കിട്ടേണ്ടതായിരുന്നു. എന്നാലും കിട്ടിയത് എനിക്കാണല്ലോ. എടാ ചാണക്യ, ഈ സാഗറിന് എന്താ ഒരു മാറ്റം? അവൻ നന്നാവാൻ തീരുമാനിച്ചോ? എനിക്കത് നേരത്തെ തോന്നിയതാ. ഒരുത്തൻ നന്നാവുന്നതും നശിക്കുന്നതും പെണ്ണ് കാരണമാണെന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാ. അന്ന് വീക്കിലി ന്യൂസ് വന്നതിനെ കുറിച്ച് അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ എന്താ ജാക്കി പറഞ്ഞത്? പോട്ടേന്ന്. അതിന് അവനെ കുറിച്ചല്ലേ ന്യൂസ് വന്നത്? അതെ. അതുകൊണ്ട് ആർക്കാ നഷ്ടം? ജാക്കി എവിടെ ആർക്കറിയാം? അതിലെന്താ എഴുതിയിരുന്നത്? അധോലോക നേതാവും കള്ളക്കടത്തുകാരനുമായ ജാക്കിയുടെ സഹായം കൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു. അപ്പൊ നാണക്കേട് ആർക്കാ? അച്ഛന്. നീ നൈന. പിന്നെന്തിനാ അവൻ എതിർക്കുന്നു? പോട്ടെ എന്ന് പറയാമല്ലോ. ശേഖരൻകുട്ടിക്ക് അറിയാമോ, ആ പെണ്ണ് എപ്പോ നോക്കിയാലും അവന്റെ വീട്ടിൽ തന്നെ. താൻ കണ്ടോ? കണ്ടോന്നോ? അന്ന് അവനെ വിളിക്കാൻ അവന്റെ വീട്ടിൽ ചെന്നില്ലേ? അന്ന് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത് കളിയും ചിരിയും ആയിരുന്നു രണ്ടുപേരും കൂടി. ഞാനൊരുത്തൻ അവിടെ നിപ്പുണ്ടെന്ന വിചാരമേ അവർക്കില്ല. ശേഖരൻകുട്ടി, തനിക്ക് ശക്തിയേ ഉള്ളൂ, ബുദ്ധിയില്ല. അത് അവന്റെ കയ്യില്ല. അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ നഷ്ടം ആർക്കാ? തനിക്കും കോശിക്കും. ആരാടാ ബിസിനസ് വേണ്ടാന്ന് വെച്ചത്? ശേഖരൻകുട്ടിക്ക് ബുദ്ധി ഉണ്ടോന്ന് കാണിച്ചു കൊടുക്കാം.